2025 JEE മെയിൻ അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾ അവരുടെ റാങ്ക് ഉപയോഗിച്ച് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. ജോസ അഥവാ ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയുടെ സൈറ്റ് വഴിയാണ് നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. IIT-കളിലും NIT-കളിലും IIEST-യിലും IIIT-യിലും അതുപോലെ ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ ആയിട്ടുള്ള അലോട്ട്മെൻറ്റാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണാം, JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് IIT-യിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എന്നാൽ JEE മെയിനിലെ BTech അല്ലെങ്കിൽ JEE മെയിനിലെ BArc B പ്ലാനിങ് ഒക്കെ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് NIT-കളിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ IIEST അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ IIITs അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അതേപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന ഫണ്ടഡ് ആയിരിക്കുന്ന ഗവൺമെൻറ് ഫണ്ടഡ് ആയിരിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുമൊക്കെയുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ IIT-ക്കും ബാക്കി എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. JEE മെയിൻ ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന IIT ഒഴികെയുള്ളതിനെ പറ്റൂ. അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്തവർക്ക് ഇതെല്ലാം പറ്റും. മെയിൻ ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യാത്തവരാണെങ്കിൽ IIT ഒഴിവാക്കി നിർത്തി ബാക്കിയുള്ളതിനും അപ്ലൈ ചെയ്യാം. JEE മെയിൻ അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ജോസായുടെ 2025 ആപ്ലിക്കേഷൻ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടൂ. ഇനി ഇതിലെ കാറ്റഗറീസ് നോക്കുക. ഓപ്പൺ സീറ്റിൽ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അത് ജനറൽ ആയിക്കോട്ടെ, ജനറൽ EWS ആയിക്കോട്ടെ, OBC NCL ആയിക്കോട്ടെ, SC ST, ഫിസിക്കൽ ഡിസബിലിറ്റി ഏത് കാറ്റഗറിയും ആയിക്കോട്ടെ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓപ്പൺ കാറ്റഗറി. എന്നാൽ ജനറൽ EWS കാറ്റഗറിക്കും EWSലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്കും മാത്രം അപ്ലൈ ചെയ്യാം. OBC NCL കാറ്റഗറിക്കും NCLലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്കും അപ്ലൈ ചെയ്യാം. SC കാറ്റഗറിയുടെ സീറ്റിൽ SCക്കും SCയുടെ ഫിസിക്കൽ ഡിസബിലിറ്റിക്കും പറ്റും. STയിൽ STക്കും STയുടെ ഫിസിക്കൽ ഡിസബിലിറ്റിക്കും പറ്റും. ഓപ്പൺ കോട്ടയിലെ ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ ഏത് കാറ്റഗറി ആണെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്ക് പറ്റും. എന്നാൽ EWSന്റെ ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ EWSന്റെ ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്ക് മാത്രം, NCLന്റെ ഫിസിക്കൽ ഡിസബിലിറ്റിയിലാണെങ്കിൽ NCLലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് മാത്രം, അങ്ങനെ കൺസേൺ കാറ്റഗറിക്ക് മാത്രമേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഓപ്പൺ കാറ്റഗറിയിൽ ആർക്കും അപ്ലൈ ചെയ്യാം. ഓപ്പൺ ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ ഏത് കാറ്റഗറിയിലെ ഡിസബിലിറ്റിക്കാർക്കും അപ്ലൈ ചെയ്യാം. അങ്ങനെ ആ കാറ്റഗറിയുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാറ്റഗറിക്കായിട്ട് സീറ്റ് റിസർവ്ഡ് ആണ്. ഇനി രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് അവരുടെ JEE മെയിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ജോസയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യാം. സൈറ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. josa.nic.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്യാം. ഡോക്യുമെൻറ്റുകൾ കുറേ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് വേണമെങ്കിൽ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അപ്ലോഡ് ചെയ്താലും മതി. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയും ആ ഓപ്ഷൻ ലോക്ക് ചെയ്യുകയും വേണം. സപ്പോസ് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് സേവ്ഡ് എന്താണോ അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു, അതായത് നിങ്ങൾ ബേസിക് അതിൻ്റെ ജോസ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ വേണമെങ്കിൽ അഡ്വാൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് വയ്ക്കാം, അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. അഡ്വാൻസ് ഫീ പേയ്മെൻറ്റും ഒക്കെ നടത്തി വയ്ക്കാം. ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? ഇതിൻ്റെ റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറാണുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ ആവശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. അതും നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേ കൊടുക്കാവൂ. അങ്ങനെ നിങ്ങൾക്ക് വൺസ് സീറ്റ് അലോട്ട് ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സീറ്റ് അലോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഒരു വഴി അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് സീറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മുമ്പ് നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സീറ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അലോക്കേഷൻ കംപ്ലീറ്റ് ആവുക. കംപ്ലീറ്റ് ആവില്ല, ഒരു 3 സ്റ്റെപ്പ് കഴിയുക. ഈ അക്സെപ്റ്റൻസ് ഫീ എന്താണെന്ന് ഞാൻ പറയാം. ഈ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ എന്ന് പറയുന്നത് ഏകദേശം 15,000 രൂപയാണ് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കാറ്റഗറിയിൽപ്പെട്ടവർക്ക്. എന്നാൽ നേരെ തിരിച്ച് ബാക്കി എല്ലാവർക്കും ഈ കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാവർക്കും 30,000 രൂപയാണ് വരിക. അതായത് അതിൽ 5,000 രൂപ ജോസയുടെ പ്രോസസ്സിംഗ് ഫീ ആണ്. അപ്പോൾ 15,000 രൂപ എന്ന് പറയുന്നത് SC ST അതേപോലെ എല്ലാ കാറ്റഗറിയിലും ഫിസിക്കൽ ഡിസബിലിറ്റിക്കാണെങ്കിൽ 30,000 രൂപ ഇവരല്ലാത്ത എല്ലാവരും തന്നെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും.
അതിൽ പിന്നീട് റീഫണ്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ സീറ്റ് വിഡ്രോ, അത് പ്രൊസീജിയർ വൈസ് വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് ഈ അക്സെപ്റ്റൻസ് ഫീയും വിഡ്രോവൽ ഫീയും കൂടെ കുറച്ച് ഒരു 7,000 രൂപ കുറച്ചിട്ട് ബാക്കി തിരിച്ചു വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അവസാന സമയത്ത് പേയ്മെന്റിന്റെ ഒരു തിരക്കുണ്ടാവും. അപ്പോൾ ഈ ഫീ പേയ്മെന്റ് ചിലപ്പോൾ സക്സസ്ഫുൾ ആവില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ പേയ്മെന്റും നടത്തി വെക്കാം. അപ്പോൾ ഈ പ്രീ പേയ്മെന്റ് നടത്തി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻ കേസ് നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ആയില്ലെങ്കിൽ ആ ഫീസ് തിരിച്ചു വന്നോളും. ഇനി നിങ്ങൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ഒക്കെ തേർഡ് സ്റ്റെപ്പിൽ, അതായത് ആദ്യം നിങ്ങൾ സീറ്റ് അക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ സീറ്റ് അലോക്കേഷന്റെ ഫീയും പേ ചെയ്തതിന് ശേഷം റെസ്പോണ്ട് ടു ക്വയറീസ് എന്ന് പറയും. റെസ്പോണ്ട് ടു ക്വയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഡേറ്റയിലോ ഒക്കെ എന്തെങ്കിലും മിസ്മാച്ചിങ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ അതിനുള്ള മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ ആ ക്വയറിയോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അവർ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രം, എന്തെങ്കിലും ക്വയറി വന്നാൽ, വരുമെന്ന് നിർബന്ധമല്ല, അങ്ങനെ വന്നാൽ ആ ക്വയറിയോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ സീറ്റ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുക. ഇല്ലെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടും, ബാക്കിയുള്ള റൗണ്ടുകളിൽ നിങ്ങൾ പുറത്താവുകയും ചെയ്യും. അതുകൊണ്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ സ്ഥിരമായി നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ, ഒന്ന് നിങ്ങളുടെ ജോസായിലെ കാൻഡിഡേറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യണം. പിന്നെ 2, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റ് റെഗുലർലി ചെക്ക് ചെയ്യുകയും വേണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, സീറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷനാണുള്ളത്. ഫ്രീസ് ചെയ്യാം, ഫ്ലോട്ട് ചെയ്യാം, സ്ലൈഡ് ചെയ്യാം. ഇങ്ങനെ 3 ഓപ്ഷനാണ്. ഫ്രീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം ചെയ്യുകയാണ്, നിങ്ങൾ ആ സീറ്റ് ഉറപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ പിന്നീടുള്ള റൗണ്ടുകൾ ഉണ്ടാവില്ല, കിട്ടിയ സീറ്റ് കൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് നിങ്ങളുടെ പ്രോസസ്സ് അവിടെ കഴിഞ്ഞു എന്നർത്ഥം. നേരെ തിരിച്ച് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ സീറ്റ് എടുത്തു, ആ സീറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എനി ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾക്ക് ഏത് കോഴ്സും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും പിന്നീട് കിട്ടിയാൽ മാറാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാലിക്കട്ട് NIT കിട്ടി, NITയിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് അല്ല കിട്ടിയത്, നിങ്ങൾക്ക് വീണ്ടും ബാക്കി നിങ്ങളുടെ മേലെയുള്ള ഓപ്ഷൻസ് ഒക്കെ അങ്ങനെ തന്നെ നിലനിർത്താം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് എവിടെയുണ്ട്, മറ്റ് അടുത്ത റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയാലേ ഇത് നഷ്ടപ്പെടൂ അല്ലെങ്കിൽ മാറൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഫ്ലോട്ട് ചെയ്യാം. ഇനി സ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിതിൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് NIT കാലിക്കട്ടിലെ ഒരു സീറ്റ് കിട്ടിയ കുട്ടിക്ക് NIT കാലിക്കട്ടിലെ ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറാം, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ ഫ്രീസ് ചെയ്യാം, അതായത് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാം. എടുത്ത സീറ്റ് എടുത്തു, ഇനി ബാക്കി ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്താം. സ്ലൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറാം. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ശ്രദ്ധിക്കാം, ഈ 6th റൗണ്ടിലേക്ക്, ജോസായുടെ 6ാമത്തെ റൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് അലോക്കേഷൻ ഫീ കൂടാതെ ഒരു പാർഷ്യൽ അഡ്മിഷൻ ഫീ കൂടി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. റൗണ്ട് അങ്ങോട്ട് നീളും തോറും എന്ത് സംഭവിക്കും, പാർഷ്യൽ അഡ്മിഷൻ ഫീ കൂടി അടക്കണം. ഈ പാർഷ്യൽ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ആർക്ക്? SC ST ജനറൽ കാറ്റഗറി, അല്ലെങ്കിൽ ജനറൽ അല്ല, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള എല്ലാവർക്കും. ഇവർ നേരത്തെ പറഞ്ഞിരുന്ന ഒരു 15,000 രൂപയുണ്ട് സീറ്റ് അലോക്കേഷൻ ഫീ. അപ്പോൾ 6ാമത്തെ റൗണ്ട് തുടങ്ങി എന്ത് സംഭവിക്കും, ഈ 20,000-ഉം 15,000-ഉം ചേർത്ത് 35,000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എന്നാൽ മറ്റ് കാറ്റഗറിക്ക്, അതായത് SC ST അല്ലാത്ത, ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലാത്ത എല്ലാ കാറ്റഗറിയും 45,000 രൂപ നിങ്ങൾ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കണം. പ്ലസ് അലോക്കേഷൻ ഫീ ആയിരിക്കുന്ന 30,000, അങ്ങനെ 75,000 രൂപ അടയ്ക്കേണ്ടി വരും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റ് നോക്കുക, ഏകദേശം 23 IIT-കളുണ്ട്. പാലക്കാട് IIT ഉൾപ്പെടെ 23ഓളം IIT ആണുള്ളത്. ഇനി NIT-കളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് കാലിക്കട്ട് NIT ഉൾപ്പെടെ ഏകദേശം 32ഓളം NIT-കളാണുള്ളത്. അപ്പോൾ NIT-കളുടെ ലിസ്റ്റ് ഞാൻ ആ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി കോട്ടയത്തെ IIIT ഉൾപ്പെടെ 26ഓളം IIITs ആണുള്ളത്. ഇനി നിങ്ങൾ നോക്കിയാൽ ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അത് ഏകദേശം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഏകദേശം 47ഓളം ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്. ഇനി അതിൻ്റെ ഷെഡ്യൂൾ നോക്കാം. 2-ാം തീയതി, ജൂൺ 2-ാം തീയതി JEE അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ട് വരും. പിന്നെ കാൻഡിഡേറ്റിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ് ആൻഡ് ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി നിങ്ങളുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ചോയ്സ് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കാഡമിക് പ്രോഗ്രാമുകളാണ് സെലക്ട് ചെയ്യേണ്ടത്, ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഏകദേശം 8-ാം തീയതി, ജൂൺ 8-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വരിക. അതിനുശേഷം നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ് നടക്കും. ഇനി 9-ാം തീയതി, ജൂൺ 9-ാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് ഫസ്റ്റ് മോക്ക് അലോക്കേഷൻ വരും. അതായത് ഒരു ട്രയൽ അലോട്ട്മെന്റ് പോലെ ഒന്ന് വരും. പിന്നീട് 11-ാം തീയതി നിങ്ങൾക്ക് 2ാമത്തെ ട്രയൽ അലോട്ട്മെന്റ് വരും. അപ്പോൾ ഇതിന് ശേഷമാണ് കാൻഡിഡേറ്റ് ക്യാൻ ലോക്ക്. ഇതിന് ശേഷവും ഇതിന് മുമ്പൊക്കെ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇതിന് ശേഷം വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. നിങ്ങൾ
സീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സുകൾ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 3-ാം തീയതി ജൂൺ 3-ാം തീയതി പ്രീ പേയ്മെന്റ്, അതായത് അഡ്വാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പേയ്മെന്റ്, ലാസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണമെങ്കിൽ സീറ്റ് അലോക്കേഷൻ ഫീ എന്ത് ചെയ്യാം, ആദ്യം തന്നെ അടച്ചു വയ്ക്കാം. അതിനുള്ള ഫെസിലിറ്റി ഇവിടെ അവസാനിക്കും. അതായത് 12-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അതിനുള്ള ഫെസിലിറ്റി അവസാനിക്കും. ഇതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇനി പതിയെ അലോട്ട്മെന്റ് തുടങ്ങും. അപ്പോൾ വൺസ് നിങ്ങൾ കൊടുത്ത എല്ലാ ചോയ്സുകളും അവിടെ ഉണ്ട്. ഓരോ റൗണ്ടിലും നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോയ്സും കൊടുത്തു വയ്ക്കുക. അതിനുശേഷം പിന്നീട് അലോട്ട്മെന്റുകൾ 1 by 1 വന്നുകൊണ്ടേയിരിക്കും. റൗണ്ട് 1ന്റെ ഡീറ്റെയിൽ നോക്കാം. 14-ാം തീയതി, അതായത് ജൂൺ 14-ാം തീയതി രാവിലെ 10 മണിക്ക് റൗണ്ട് 1ന്റെ റിസൾട്ട് വരും. അതിനുശേഷം ജൂൺ 14 തുടങ്ങി ജൂൺ 18 വരെയുള്ള സമയത്താണ് നിങ്ങൾക്ക് ഓൺലൈൻ റിപ്പോർട്ടിംഗ്, അതായത് ഫീ പേയ്മെന്റ് ചെയ്യണം, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, എന്തെങ്കിലും ക്വയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഇതൊക്കെ ജൂൺ 18-ാം തീയതി കൊണ്ട് തീരും. ജൂൺ 18-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നിങ്ങളുടെ ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ടൈം കൂടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. പിന്നെ ഫീ പേയ്മെന്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായവർക്ക് മാത്രമായിട്ട് ഒരു സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 19-ാം തീയതി വൈകിട്ട് 5 മണി വരെ ഉണ്ട്. റൗണ്ട് 2ലേക്ക് വന്നാൽ സീറ്റ് അലോക്കേഷന്റെ റിസൾട്ട് വരിക ജൂൺ 21-നാണ്. ജൂൺ 21 തുടങ്ങി ജൂൺ 25 വരെയാണ് നിങ്ങൾക്ക് ഫീ പേയ്മെന്റിനും ഡോക്യുമെന്റ് അപ്ലോഡിനും ക്വയറിയോട് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ഉള്ള സമയം. 25-ാം തീയതി വൈകിട്ട് 5 മണിയോടെ ഫീ പേയ്മെന്റ് ലാസ്റ്റ് ടൈം കഴിയും. റൗണ്ട് 3ലേക്ക് വന്നാൽ റൗണ്ട് 3യുടെ റിസൾട്ട് വരിക ജൂൺ 28-നാണ്. ജൂൺ 28 തുടങ്ങി ജൂലൈ 2 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഫീ പേയ്മെന്റും ഡോക്യുമെന്റ് അപ്ലോഡിങ്ങും ക്വയറിയോട് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ പറ്റും. ലാസ്റ്റ് ഡേറ്റ് നോക്കുക, ജൂലൈ 2-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നിങ്ങളുടെ പേയ്മെന്റിനുള്ള ലാസ്റ്റ് ടൈം കഴിയും. റൗണ്ട് 4ലേക്ക് വരുന്നു. അഗെയിൻ റൗണ്ട് 4ന്റെ റിസൾട്ട് ജൂലൈ 4-ാം തീയതി. ജൂലൈ 4 തുടങ്ങി ജൂലൈ 8 വരെയാണ് ഇതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വയറിയോട് റെസ്പോണ്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ നടക്കുക. 8-ാം തീയതി വൈകിട്ട് 5 മണിയോടെ ഫീ പേയ്മെന്റ് സമയം കഴിയും. പിന്നീട് 5-ാമത്തെ റൗണ്ട് ഉണ്ട്. 5-ാമത്തെ റൗണ്ടിൽ ജൂലൈ 10-ാം തീയതി റിസൾട്ട് വരും. 10 തുടങ്ങി 14 വരെ നിങ്ങൾക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയമുണ്ട്. 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഫീ പേയ്മെന്റ് സമയം കഴിയും. ഇനി നോക്കുക റൗണ്ട് 6 എന്ന് പറഞ്ഞാൽ ഫൈനൽ റൗണ്ട് ഫോർ IIT. IITകളുടെ അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റൗണ്ടാണ്. ബാക്കിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പാരലലി തന്നെ. IITയുടെ ലാസ്റ്റ് റൗണ്ടാണെന്ന് മാത്രം. അപ്പൊ അതിന്റെ ഫൈനൽ റൗണ്ടിന്റെ റിസൾട്ട് വരുന്നത് 16-ാം തീയതി, ജൂലൈ 16-ാം തീയതിയാണ്. ജൂലൈ 16 തുടങ്ങി ജൂലൈ 21 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാം. റൗണ്ട് 6ഓടുകൂടി, 6-ാമത്തെ റൗണ്ടോടുകൂടി IITകളുടെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ NITകളുടേത് മാത്രമാണ്. അതായത് IIT ഒഴിവാക്കി നിർത്തി ബാക്കി എല്ലാവരുടേതുമാണ്. അത് സീസാബ് വഴിയാണ്. അപ്പോൾ ആ സമയത്തേക്ക് സീസാബിന്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഉള്ള അലോട്ട്മെന്റുകളെല്ലാം സീസാബ് വഴിയാണ്. അപ്പോൾ ജോസായുടെ പ്രോഗ്രാം അവിടെ കഴിയും. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അതിന്റെ പ്രൊസീജിയറാണ് പറഞ്ഞത്. ഇനി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ നോക്കുക. ഒന്ന് ക്ലാസ് 10th മാർക്ക് ഷീറ്റ്, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള. അതേപോലെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ +2 മാർക്ക് ഷീറ്റ് വേണം. JEE മെയിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. ദെൻ കാറ്റഗറി ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. SC ST ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ EWSന്റെ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്, താലൂക്കിലേതായിരിക്കണം. അതിന്റെ വാലിഡിറ്റി കൂടി നോക്കുക. ഇതൊക്കെ അതായത് ഈ NCLഉം EWSഉം ഒക്കെ ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ April 1, 2025, 2025 ഏപ്രിൽ 1-ന് ശേഷം ഇഷ്യൂ ചെയ്തതോ അല്ലെങ്കിൽ ഓഗസ്റ്റ് 31, 2025 വരെ വാലിഡിറ്റി ഉള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിന്റെ സമയം വരെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റോ ആയിരിക്കണം. അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട മറ്റൊന്നാണ് ക്രോസ്ഡ് ചെക്ക്. നിങ്ങളുടെ ഒരു ക്രോസ്ഡ് ചെക്കിന്റെ കോപ്പി, ക്രോസ്ഡ് ചെക്ക് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന്. അതായത് നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ച് റീഫണ്ട് വരാൻ വേണ്ടിയാണ് ആ ഡീറ്റെയിൽ ചോദിക്കുന്നത്. ഇനി അടുത്തൊരു പ്രശ്നമാണ് നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട്. ഇപ്പോൾ JEE മെയിൻ അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് വെച്ച് ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് കിട്ടുമോ അറിയാൻ. അപ്പോൾ അതിന് ഒരുപാട് കോഴ്സുകളും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ പറയുമ്പോൾ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൊസീജിയർ പറയാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ josa.nic.in എന്നുള്ള സൈറ്റിൽ കയറുക. ഈ സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ആ സൈറ്റിൻ്റെ താഴെ പ്രീവിയസ് ഇയേഴ്സ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും. ഇതും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഇയർ 2024 കൊടുക്കുക, റൗണ്ട് നമ്പർ, ഇപ്പോൾ ഏത് റൗണ്ടിലെ സീറ്റിനാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, റൗണ്ട് 1 അല്ലെ റൗണ്ട് 2 അല്ലെ റൗണ്ട് 6, അവിടെ കൊടുക്കുക. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നോക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് സെലക്ട് ചെയ്യുക, ഏത് പ്രോഗ്രാം ആണെന്ന് നോക്കുക, ഏത് കാറ്റഗറി ആണെന്ന് നോക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അതിൻ്റെ ധാരണ ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ
ജോസാഡ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു ഏകദേശ ധാരണ വരാൻ വേണ്ടി വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ജോസാഡ് റിലേറ്റഡ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.